വിശ്വാസി, ഒരു ദൈവവിശ്വാസിക്ക് സത്യസന്ധമായിട്ട് എത്രത്തോളം ബിസിനസ് ചെയ്യാൻ സാധിക്കും? ഒരു വിശ്വാസത്തിലൂടെ ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനായിട്ട് മാറുവാൻ കഴിയും? 100% എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറയുന്നു, ഇതിൻ്റെ വില, ഞാൻ വിൽക്കുന്ന വില ഇതാണ്. എൻ്റെ ഷോപ്പ് റെൻറ്റും ഇലക്ട്രിക് ബില്ലും ഇൻവെസ്റ്റ് ചെയ്തതിന് മാന്യമായിട്ടുള്ള ഒരു ലാഭം ഇട്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ സ്ഥാപനങ്ങളൊക്കെ പ്രൈസ് ടാഗ് കാണാം, അതിനകത്ത് അതിൽ ഇട്ടിരിക്കുന്ന ഇതാണ്. ഇത് ഞാൻ താങ്കളെ നിർബന്ധിക്കുന്നില്ല ഒരിക്കലും. ഇതാണ് എൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില. താങ്കൾക്ക് അത് ബോധ്യമാണെങ്കിൽ താങ്കൾക്കിത് വാങ്ങാം. ഇന്ന് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ മലപ്പുറം ജില്ലയുടെ അധ്യക്ഷനാണ് താങ്കൾ. പിന്നെ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗം, പിന്നെ ഗോൾഡ് ആൻഡ് സിൽവറിൻ്റെ വേങ്ങര യൂണിറ്റിൻ്റെ ട്രഷറാണ് മർച്ചൻ്റ്. ഈ സാമൂഹിക പ്രവർത്തനങ്ങളിലും എങ്ങനെയൊക്കെ സമയം കണ്ടെത്തുന്നു? അതിനൊരു സമയം കണ്ടെത്തുക എന്നതിലുപരി ഇതെല്ലാം നമ്മളുടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു സാമൂഹിക ജീവി ആയിരിക്കണം. അതിന് പല പേരുകളും ചിലപ്പോൾ കിട്ടാം. ട്രസ്റ്റ് എന്നോ പിന്നെ ചേംബർ എന്നോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളെന്നോ അതിന് നമ്മളൊരു നാമം ചാർത്തുന്നു എന്നുള്ളൂ. അല്ലാതെ നമ്മൾ ദൈനംദിനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒക്കെ നമ്മുടെ സമയക്കുറവ് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ? നമ്മൾ ദിനചര്യകൾ നമ്മൾ ചെയ്യാതിരിക്കുന്നുണ്ടോ? അതുപോലെ അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. പിന്നെ കേരളത്തിൽ ഇന്ന് നമ്മുടെ കോഴിക്കോട് ഒരു വലിയ ഡെൻ്റൽ കെയർ തുടങ്ങാൻ പോവുകയാണ്. എന്നാണ് അതിൻ്റെ ഉദ്ഘാടനവും? ഏകദേശം ഒരു ജനുവരി അതിൻ്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതെ അതെ, അത് അപ്പം അതിൻ്റെ രണ്ടാമത്തെ ശാഖ. അതെ അതെ, അത് തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലതും ആധുനിക രീതിയിൽ സംവിധാനങ്ങളുള്ളതും വലിയതുമായ ഒരു പുതിയ ഒരു പ്രോജക്റ്റാണ് അവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ മധുരതരം, ദൈവം തന്ന അനുഗ്രഹം. സത്യത്തിൽ ഞാൻ ദൈവത്തോട് എത്രത്തോളം നന്ദിയുള്ളവനാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ദുഃഖം എന്ന് പറയുന്ന ഒരു വികാരം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താണ് ദുഃഖം? ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചു ഈ ഒരു 45 കാലഘട്ടം. ഞാൻ പറഞ്ഞു, ഇന്നും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഞാൻ ഇന്നും കൊച്ചു കുഞ്ഞാണ്. എന്തുകൊണ്ട്? എന്നെ ലാളിക്കാൻ, എന്നെ പരിപാലിക്കാൻ, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, ഞാനെന്ന് പറയുന്ന കൊച്ചുകുട്ടിയെ താലോലിക്കാൻ എൻ്റെ മാതാപിതാക്കൾ ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ഇതിലും കൂടുതൽ എന്ത് ഭാഗ്യമാണ് എനിക്ക് വേണ്ടത്. എല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആണ്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ ഭാഗ്യം, വലിയ സൗഭാഗ്യം ആണ്. ഒരു മാതാവ് ഒരു കൊച്ചു കുഞ്ഞിനെ എത്രത്തോളം ശ്രദ്ധിച്ച് പരിപാലിച്ച് അതിനെ കൊണ്ട് നടക്കുന്നുവോ അതിൻ്റെ എത്രയോ മടങ്ങ് അപ്പുറമാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, നമ്മളോടുള്ള ഇഷ്ടം, നമ്മളെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അത് എവിടെയും ഒരു മതങ്ങളിലും അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയാറില്ല. നേരെ മറിച്ച് ദൈവം നമ്മളെ നരകത്തിലിടും, ദൈവം നമ്മളെ ശിക്ഷിക്കും, ഇത്തരം ദൈവം നമ്മളെ ആക്രമിക്കാനായിട്ടിരിക്കുന്ന ഒരു ഭീകര ജീവിയാണ് എല്ലാവരും മുമ്പിലും എല്ലാവരും. പക്ഷെ അങ്ങനെയല്ല. ഇക്കാടെ മുമ്പിലിരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരുന്നുകൊണ്ട് കേട്ടോണ്ട് ഒരു പോസിറ്റീവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രസന്നവദനായിട്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ മുഖത്ത് നമുക്ക് ഹൃദയം ശുദ്ധിയല്ലാത്ത ഒരു മനസ്സാണെങ്കിൽ നമുക്ക് മുഖത്ത് തിരിച്ചറിയാൻ കഴിയും. ഹൃദയം ശുദ്ധിയുള്ള ഒരു മനസ്സിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും ആ ഒരു സ്വാർത്ഥതയില്ലാത്ത, സമൂഹത്തിന് പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ്റെ രൂപം. ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ സീക്രട്ട് എന്താ?
ഞാൻ എന്ത് താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സത്യമാണ്, അതെല്ലാം സത്യമാണ്. ജീവിതത്തിൽ പരിപാലിച്ചു പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് താങ്കൾക്ക് ഈ ഒരു എനർജി ഫീൽ ചെയ്യുന്നത്. വരുന്നത്. കാരണം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും ആ പറഞ്ഞ കാര്യങ്ങളെന്ന് എനിക്ക് സത്യമായി ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് അവിടെയാണ് നമ്മുടെ ആ പോസിറ്റീവ്. അതുകൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒരു കാര്യം ചുമ്മാ പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെയാണ് അതിൻ്റെ. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ബ്രെയിനൊക്കെ ഒരു അപാര കഴിവും തന്നിട്ടാണ് ദൈവം ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ഈ ഏറ്റവും പുതിയ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ബ്രെയിനിന് ഒരു തരം പ്രത്യേകം ഒരു കഴിവുണ്ട്. അതായത് നമ്മൾ അതിയായിട്ട് എന്തിനെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളുടെ ബ്രെയിനിൽ നിന്നും ഒരു തരം സ്പാർക്ക് പുറപ്പെടുന്നതാണ് പറയുന്നത്. ആ സ്പാർക്ക് ലോകത്തിൻ്റെ കോണിൽ എവിടെയാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന സാധനത്തെ നമ്മളിലേക്ക് ആവാഹിക്കാനുള്ളൊരു കഴിവ് നമ്മൾ ബ്രെയിനിന് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആ സ്പാർക്ക് പുറപ്പെടുവിക്കാൻ നമ്മൾക്ക് കഴിയണം. അതിലാണ് നമ്മുടെ കാര്യം. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് വരും. ആഗ്രഹിക്കുകയും വേണം, ആവശ്യക്കാരനാവുകയും വേണം. ആഗ്രഹിക്കുകയും ചെയ്യണം, ആവശ്യക്കാരനാവുകയും. ആവശ്യക്കാരന് മാത്രമേ എന്തും ലഭിക്കുകയുള്ളൂ. ആവശ്യമില്ലാത്തവന് ഒന്നും കിട്ടില്ല. ആവശ്യക്കാരനാവണം. സ്വപ്നങ്ങൾ കാണാറുണ്ട്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളല്ല. സ്വപ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു കാറിനെ നമ്മൾ ആഗ്രഹിക്കുന്നതും അത് സ്വപ്നം തന്നെയാണ്. അതെ, ആ സ്വപ്നം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾക്ക് അസാധ്യമായതിനെ ഒന്നിനെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല, സ്വപ്നം കാണാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നോ? ഇങ്ങനെയൊക്കെ ആയിത്തീരണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100% സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഇന്ന് ആയിരുന്നു എങ്കിൽ അത് എൻ്റെ സ്വപ്നം തന്നെ. ഇനി അങ്ങോട്ടും ഒത്തിരി സ്വപ്നങ്ങൾ എനിക്ക് ഉണ്ട്. ഇനിയുള്ള സ്വപ്നം എന്താ? എൻ്റെ സ്വപ്നങ്ങൾ അത് രഹസ്യമാണ്, എൻ്റെ സ്വന്തമാണ്. അതിനെ ഞാൻ അങ്ങനെ വളരെ താലോലിച്ച് ഞാനങ്ങനെ അതൊരു സ്വന്തം കുഞ്ഞിനെ പോലെ. അതെ, ആ സ്വപ്ന സാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. അതെ. ഇനിയും അങ്ങോട്ട് ഒരുപാട് വിജയിക്കുവാൻ MR ഗ്രൂപ്പിനും താങ്കൾക്കും MR ഗ്രൂപ്പിൻ്റെ എല്ലാ കുടുംബ അംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.